ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന നോർത്ത് സെന്റിനൽ ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ആർമി പോലും ആ ദ്വീപിൽ കാല് കുത്താൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, ഈ ദ്വീപിൽ വസിക്കുന്നവർ സാധാരണ കാട്ടുവാസികളെ പോലെ നാട്ടുവാസികളായ ജനങ്ങളുമായി സമ്പർക്കമുള്ളവരല്ല. ചില കണ്ടെത്തലുകൾ പ്രകാരം അവിടെ വസിക്കുന്നവർ 6000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതുപോലെയാണ് അവർ ഇന്ന് ജീവിക്കുന്നത്. മാത്രമല്ല, അവിടെയുള്ളവർ തീ ഉപയോഗിക്കാൻ പോലും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഇവരുടെ ജീവിത ശൈലികൾ പഠിക്കാനും ഇവരുമായി സമ്പർക്കം പുലർത്താനും ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രദേശത്ത് പ്രവേശിച്ച പലരും അവിടുത്തെ കാട്ടുവാസികളുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐലൻഡിൽ പ്രവേശിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ദ്വീപുമായി സംബന്ധിച്ചിട്ടുള്ള 2 ഇൻസിഡൻസിനെ കുറിച്ചാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാമതായി, ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്ന കാലം. അന്ന് ആൻഡമാൻ ദ്വീപുകളിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു ജയിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ ജയിലിൽ നിന്നൊരു തടവുകാരൻ ധൈര്യത്തോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒടുവിൽ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് അവൻ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ നീന്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആ തടവുകാരൻ എത്തിച്ചേർന്നത് അത്യന്തം അപകടകരമായ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്കായിരുന്നു. ജയിലിൽ നിന്നൊരു തടവുകാരൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞ ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. കടൽ മാർഗം അവർ പല ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒടുവിൽ നോർത്ത് സെന്റിനൽ ദ്വീപിൻ്റെ ചുറ്റുപാടുകളിലും അന്വേഷണം നടത്തി. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ആ തടവുകാരൻ്റെ ശരീരം തീരത്തോട് ചേർന്ന് കിടക്കുകയായിരുന്നു. തലയും കൈകാലുകളും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ശരീരഭാഗങ്ങൾ വേർപെട്ടതുപോലെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ അവസ്ഥ. ആ കാഴ്ച കണ്ട ബ്രിട്ടീഷുകാർക്ക് ഉടൻ തന്നെ മനസ്സിലായി, ഈ ദ്വീപ് സാധാരണ സ്ഥലമല്ല. ഇവിടെ ജീവിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവരെ അനുവദിക്കാത്ത അതീവ അപകടകാരിയായ ഒരു സമൂഹമാണ്. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ഇൻസിഡൻ്റ് ആണ് 2018 ഈ അടുത്ത കാലത്ത് സംഭവിച്ചത്. ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ യുവാവ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും കർശന നിരീക്ഷണം മറികടന്ന് ചില മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ആ അപകടകാരിയായ ദ്വീപിലേക്ക് കടന്നു. എന്നാൽ ദ്വീപിൽ കാല് കുത്തിയത് മുതൽ തന്നെ അവിടുത്തെ സ്വദേശികൾ അയാളുടെ നേരെ അമ്പുകൾ എറിഞ്ഞു തുടങ്ങി. അന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റുകളും മറ്റ് സാധനങ്ങളും നൽകി അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ജോൺ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. എന്നാൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അതോടെ കഥ അവസാനിച്ചില്ല. അടുത്ത ദിവസവും ആ ദ്വീപിനെക്കുറിച്ചുള്ള കൗതുകം അദ്ദേഹത്തെ വീണ്ടും അവിടേക്ക് ആകർഷിച്ചു. അതിനാൽ വീണ്ടും അതേ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് തിരികെ എത്തി. ഈ തവണ തൻ്റെ കൂടെയുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളോട് നിങ്ങളിപ്പോൾ മടങ്ങൂ, നാളെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വീപിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാൻ ദ്വീപിലേക്ക് എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഭീതിജനകമായിരുന്നു. ഒരു വെളുത്ത യുവാവിൻ്റെ മൃതദേഹം ചുറ്റിപ്പറ്റി അവിടുത്തെ സ്വദേശികൾ ചില ആചാരങ്ങൾ നടത്തുന്നതായി അവർ കണ്ടു. അത് കണ്ട ഉടനെ തന്നെ ആ മൃതദേഹം ജോൺ അലൻ ചൗവിൻ്റേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഭയന്ന മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ ഈ വിവരം അധികാരികളെ അറിയിച്ചു. തുടർന്ന് അനധികൃതമായി ദ്വീപിലേക്ക് പ്രവേശിച്ചതിന് മത്സ്യത്തൊഴിലാളികൾക്കെതിരെ കേസെടുത്തു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം തീർത്തും നിയമവിരുദ്ധമായി ഗവൺമെൻറ് മുദ്രകുത്തിയത്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കുറഞ്ഞ സമയം കൂടുതൽ അറിവ് എന്ന ലക്ഷ്യത്തോടെ നമ്മൾ തുടരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.